ഒരുത്തന്റെ പ്രവൃത്തി കണ്ടിട്ട് നീ എന്താ ന്യായം വിധിക്കാത്തത്? പ്രാർത്ഥിച്ച ഞാൻ കീഴോട്ട് പോകുന്നു, ഒരു പ്രാർത്ഥനയില്ലാതെ നിന്നെ പരിഹസിച്ചുകൊണ്ട് നടക്കുന്നവൻ രക്ഷപ്പെടുന്നു, അവന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുന്നു, എനിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നു, നീ എവിടെ പോയിരിക്കുക ദൈവമേ എന്ന് ചോദിച്ച മനുഷ്യൻ ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടെങ്കിലും ദൈവം നിശബ്ദനായിരിക്കുന്നെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു മറുപടിയും കാണുന്നില്ലെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരൊറ്റ വാക്ക് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറയാം, അവന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു, ഞാൻ സ്റ്റാൻഡ് ചെയ്തു, ഞാൻ കാത്തുനിന്നു. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഈ പന്തലിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പിണങ്ങിപ്പോയവന്റെ ചരിത്രം കേൾക്കണ്ട. എനിക്ക് ഇന്ന് രാത്രി വായും പൂട്ടി ദൈവത്തോട് പിണങ്ങിയിരിക്കുന്ന ദൈവദാസന്മാരോട് മുഖവും വീർപ്പിച്ചിരിക്കുന്നവന്റെ കഥ എനിക്ക് കേൾക്കണ്ട. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിനായി, ദൈവത്തിന്റെ പ്രവർത്തിക്കായി എന്തെല്ലാം പ്രതികൂലങ്ങൾ സംഭവിച്ചാലും, എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും, I will stand in his presence. അങ്ങനെയുള്ളവരോട് തമ്പുരാൻ പറയുന്നു, മിണ്ടാതിരിക്കുന്ന ബ്രദറിനോട്, അനങ്ങാതിരിക്കുന്ന അമ്മാമ്മയോട് ദൈവം പറയുന്നു, ആമീൻ, നീ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ ഉത്തരമരുളാത്ത, മിണ്ടാത്ത ഒരു ദൈവത്തെയാണ് കണ്ടെങ്കിൽ നീ കരുതിയോ ഈ ദൈവം ഊമനാണെന്ന്? നീ കരുതിയോ ഈ ദൈവം പ്രവർത്തിക്കാത്തവനാണെന്ന്? നിന്റെ ജീവിതത്തിൽ ദൈവീക നിശബ്ദതയുടെ ഒരൊന്നാം അധ്യായമുണ്ടെങ്കിൽ ആ ഒന്നാം അധ്യായം കൊണ്ട് തീരുന്നതല്ല നിന്റെ ചരിത്രമെന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവ് നിന്നോട് ഇടപെടുകയാണ്. ആ ഒന്നാം അധ്യായം കൊണ്ട് നിന്റെ ചരിത്രം തീരുകയില്ല. ഈ ഓൺലൈനിൽ കാണുന്നവർ, ഇവിടെ ഇരിക്കുന്നവർ മിണ്ടുന്നില്ല, ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല. ഓൺലൈനിൽ കാണുന്നവരോട് ഇന്ന് രാത്രിയിൽ ഞാൻ അരുളി ചെയ്യുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവീക നിശബ്ദതയുടെ ഒന്നാം അധ്യായം കൊണ്ട് നിന്റെ ചരിത്രം തീരില്ല. യഹോവ നിന്നോട് അരുളി ചെയ്യുന്ന, യഹോവ നിന്റെ തലമുറയോട് അരുളി ചെയ്യുന്ന, യഹോവ നിന്റെ കുടുംബത്തോട് അരുളി ചെയ്യുന്ന, യഹോവ നിന്റെ സഭയോട് അരുളി ചെയ്യുന്ന ഒരു രണ്ടാം അധ്യായത്തിലേക്ക് ഇന്ന് രാത്രിയിൽ സഭ കയറട്ടെ.